വാക്ക് ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ പറയില്ല. അതേപോലത്തെ ബന്ധം ഞങ്ങൾ തമ്മിൽ. ഇന്നലെ ബന്ധം ശരിക്കും പുനരാരംഭിച്ച്. പോയടാ പോയടാ. ചിലപ്പോൾ രാത്രി വരും. ഇന്ന് ചിലപ്പോൾ വരാൻ കഴിയില്ലടോ. വൈഫിൻ്റെ അടുത്ത് ഇന്നലെ പോകില്ല. ഇന്ന് വൈഫിൻ്റെ അടുത്തോ. റിയാസ് ബാക്കി കേൾക്കണ്ട, മനസ്സിൽ അങ്ങോട്ട് ബാക്കി പറയുന്നിടത്തെ ഇല്ല. ഇന്നലെ ഞങ്ങൾ ഈ സമയത്ത് നല്ല കള്ളുടിയായിരുന്നു. ഇന്നിപ്പോൾ 1 മണിയായില്ലേ. ഈ 1 മണി നേരത്ത് തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ 3 മണി നേരത്തെ തുടങ്ങി. ഞങ്ങൾ തുടങ്ങി ഇപ്പോൾ 6 മണി 7 മണി. എന്ത് തുടങ്ങിയിട്ടില്ല എന്ന്? ഞങ്ങൾ പണിയൊന്നും തുടങ്ങിയില്ലടോ. പണി ഒന്നും നടന്നില്ല. നോക്കിയിട്ട് അഭിപ്രായം പറ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ ഞങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. പൊളിച്ച് എങ്ങനെയുണ്ടെന്ന് പറയട്ടാ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. എനിക്ക് പുതിയ മോഡൽ ഇട്ടുണ്ടോ? എങ്ങനെയുണ്ടെന്ന് നോക്കണേ. നോക്കി ചേച്ചി. ഓഹോ, നീ വീട് അതിനെ മെസ്സേജ് വിടും വാട്സപ്പിൽ. മൈന കേട്ടാ വലുതും എന്താ അല്ലേ? എൻ്റെ പൊന്നു മുളച്ചേക്ക് കേൾക്കാനുള്ള ശേഷിയില്ല. ഇത് ബീച്ച് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ബീച്ച് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ടതാണത്. ആശ ചേച്ചി കുറേ എങ്ങനെയുണ്ട് മൈന? മൈനക്ക് സൂത്രം ഞാൻ വിട്ടേ. മൈനക്ക് ഇത് ഇഷ്ടമാണ്. നോക്കട്ടെ മൈന, പുതിയതാണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈന ഇത് നോക്കിട്ട് സൂപ്പർ പൊളിയല്ലേ? കേല എങ്ങനെയുണ്ടത്? ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. മൈന നോക്ക്, പൊളിയല്ലേ? ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. നല്ല വൃത്തിക്ക്. മൈന നോക്ക്, മൈനക്ക് ഇഷ്ടമാണ്. മൈന ചേച്ചിക്ക് ഇഷ്ടമാണ്. പിങ്ക് പൊളിക്കും. എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം ആണുങ്ങൾക്ക്, എന്നാലേ അവർക്കത് ഇഷ്ടപ്പെടുള്ളൂ. ചേച്ചി അങ്ങനെ ചെയ്യില്ല. എനിക്കതാ ഇഷ്ടം. ഭയങ്കര ഇഷ്ടമായിട്ടോ. നമുക്ക് വയ്യ. എൻ്റെ വിരിച്ചാട് സാധനം എവിടെ? എൻ്റെ വിരിച്ചാട് നിൽക്കുന്ന വിരിച്ചുള്ള സാധനം ഇന്നലെ മൊത്തമായി എത്ര ലെവൽ ഉണ്ട് ചേച്ചി? മൊത്തമായി എത്ര ലവർ ഉണ്ട് ചേച്ചി? എടാ എനിക്ക് ലവറൊന്നും ഇല്ലടാ. പർസ് ഇട്ടാ ഞാൻ നല്ല കമ്പനിയാണ് എല്ലാവരോടും. എനിക്ക് ലവർ എന്ന് പറയാൻ ആരുമില്ല. ഇതേപോലെ തന്നെ ഈ ലൈവിൽ വരുന്ന ഇപ്പം ഞാൻ എല്ലാവരോടും നല്ല കമ്പനിയാണ്. ഈ KL അബുദാബിയാണ്. ഞാൻ തൊട്ട് കണ്ടിട്ടില്ല. അവരൊക്കെ വേറെ ആർക്കും സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഞാനിവിടെ പറയുമ്പം ഫ്രണ്ട്ലി അവരോട് വാട്സപ്പിലാണെങ്കിലും ഞാനെല്ലാം ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കും. അത് എന്നോട് അവരിങ്ങോട്ടും പറയും. അത് ഇപ്പം മാത്രമൊന്നുമല്ല, ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളായാലും അശബ ചേച്ചിയായാലും റീത്തുമോളാണെങ്കിലും മെറീസയാണെങ്കിലും മൈനയാണെങ്കിലും ഞാൻ ഒരു ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയാലും ഇപ്പോൾ ഒരു ലേഡിയാണ്. ഞാൻ ഒരു കുത്തു വീഡിയോ കിട്ടിയാൽ പോലും ഞാൻ അവർക്ക് ഷെയർ ചെയ്യും. കാരണം എനിക്കത് ഷെയർ ചെയ്തുകൊണ്ട് അവരെന്നെ അങ്ങനെ കാണണമെന്നില്ല. കാരണം ഞങ്ങൾ അത്രയും നല്ലൊരു അടുത്ത ബന്ധമായിപ്പോയി ഞങ്ങളെല്ലാവരും. അത് കാമുകനായിട്ടൊന്നുമല്ല. ഞാൻ എന്തോ ഒരു ഓപ്പണായിട്ട് പറയും. ബോയ് ഫ്രണ്ട് വേറെ, കാമുകം വേറെ. എനിക്കിവിടെ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫർസും എന്നെ തേച്ചിട്ട് പോയിട്ട് എനിക്കിപ്പോൾ ബോയ് ഫ്രണ്ട്. പക്ഷെ എനിക്ക് ഇവരിപ്പോൾ ഉള്ള നല്ല ഫ്രണ്ട്സുകളുണ്ട്. എന്തുണ്ടെങ്കിലും ബിജിജി ഷെയർ ചെയ്യും. അതുകൊണ്ടാണ് ഇവർ പറയണത് ബിജിച്ചിൻ്റെ എന്ത് വെച്ചാലും ബിജി എനിക്ക് എന്നോട് എന്തും ചോദിക്കാം. ആ ഒരു ഫ്രണ്ട്ലിയാണ് അത്. ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പം എൻ്റെ സ്ഥലത്ത് വേറെ പെണ്ണുങ്ങളാണെങ്കിൽ ഇവന്മാർക്കൊന്നും ഇങ്ങനെ വീഡിയോ ഒന്നും ഇട്ട് കൊടുക്കത്തില്ല. അവരെങ്ങനെ വിചാരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ ഈ ഫ്രണ്ട്സുകളോട് ഞാൻ അങ്ങനെ അവർക്കും എന്നോടും
എനിക്ക് അവരോടും ഭയങ്കര അടുപ്പായി. എന്തും ഫ്രണ്ട് എപ്പോഴും ഉണ്ടാവും കൂടെ ചേച്ചി. അതെ, എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കും ഫർസുക്ക. ഇവരങ്ങനെയാ, താത്തിക്കെട്ടില്ല. അതുകൊണ്ട് അവർക്ക് എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവരെ ഷെയർ ചെയ്യും. അവരും ഇതേപോലെ തന്നെ എന്ത് കിട്ടിയാലും എന്നോട് ഷെയർ ചെയ്യും. അത് ഞങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ഈ ഹോളിഡേട്ടൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹോളിഡേട്ടനെ കണ്ടിട്ടേ ഇല്ല. 4 വർഷമായി എൻ്റെ മോഡറേറ്ററായിട്ട്, 4 വർഷം നമ്മുടെ കൂടെ. പക്ഷെങ്കിൽ പോലും ഞാൻ ഹോളിനോട് പറയും, ഹോളിന് വിട്ടുകൊടുക്കുന്ന അതേ സെയിം വീഡിയോ ആയിരിക്കും പെണ്ണുക്ക് മൈനയ്ക്ക് വിട്ടുകൊടുക്കുക. എങ്കിൽ പോലും ഞങ്ങളുടെ എല്ലാവരും ഓരോ കുടുംബമാണെങ്കിൽ പോലും അവിടെ ഇവിടെ അത് ഇവരൊക്കെ നല്ല ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതാ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അത് എൻ്റെ മനസ്സ് അവർ പിടിച്ചെടുത്തു. അവർ അത് അങ്ങനെയാണ് അല്ലേ ബട്ടറു. പക്ഷേ ബട്ടൂര് ഹായ് വിട്ടേ. അവള് മറ്റേ ലണ്ടനിലാണ് അവള്. ചെറിയ പെങ്കൊച്ചാ, 23-24 വയസ്സേ ഉള്ളൂ. ഹായ് വിട്ടേ ബട്ടറു. ഫർസുക്ക് അറിവെന്നറിയില്ല. ബട്ടർ മോളിട്ടൊരു ഹായ് വിട്ടേ. എപ്പോഴും ചേച്ചിയുടെ ലൈവിലിരിക്കും, വേറെ ഒരാളുടെ ലൈവിലും പോത്തില്ല. കണ്ട ഫർസുക്ക് എൻ്റെ മോഡറേറ്റർ കണ്ട 26 ലെവല്. അത് പെണ്ണാണ്, നമ്മുടെ കൂടെ നിൽക്കും. ഞാൻ എന്ത് പറഞ്ഞാലും, ഞാനൊരു സെക്സ് പറഞ്ഞാൽ പോലും എനിക്കത് പൊക്കി. കാരണം അവർക്കറിയാം എനിക്കത് ബിസിനസ് കയറാനാണെന്ന്. ഈ മൈനിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇങ്ങനെ പറയും, ഓഹോ ചേട്ടൻ്റെ സാധനം പൊളി. അപ്പം മൈൻ എനിക്ക് പൊക്കി തരും. എന്നിട്ട് ചേച്ചി എങ്ങനെ അത് എനിക്ക് 10 പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവരെനിക്കത് ഇങ്ങനെ ബാക്കിൽ കൂടെ പൊക്കി തരുന്നതെന്ന് എനിക്കും അവർക്കും അറിയാം. ഇതിൽ കാണുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾക്കും അറിയാം. അതാണ് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട്. ചിലവർ അത് നെവർ മൈൻഡായിട്ട് ഒരു വൃത്തിയായിട്ട ഭാഷയായിട്ട് സെക്സ് പരമായിട്ട് എല്ലാവരും കാണും. അത് എനിക്കറിയാം, എൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർക്കും അറിയാം, ഇവിടെ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരല്ലാത്ത പോലും വ്യൂവേഴ്സിനും അറിയാം. ഇവരെല്ലാവരും കൂടിയും ആ ചേച്ചിക്ക് ബിസിനസ് ആക്കി കൊടുക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഞാൻ എന്ത് കഥ പറഞ്ഞാലും എൻ്റെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അതാണ് എനിക്ക് അവരോടുള്ളത്. പക്ഷെ കാണുന്നവർ ഞാനൊരു വൃത്തിയായിട്ട് സ്ത്രീയായിട്ട് കരുതും. മനസ്സിലായോ? നമുക്ക് 10 പൈസ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കാണിച്ചു കൂട്ടുന്നത്, എൻ്റെ കൂടെ നിന്ന് തരുന്നത്. അന്ന് എനിക്ക് 2-3 കസ്റ്റമറെ കിട്ടി തരുമ്പോൾ അവർ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഞാൻ പറയും ലൈവ് ഇട്ടിട്ട്, മൈനു ചേച്ചിക്കൊന്ന് 3 കിട്ടിയിട്ടോ, ഇൻഷാള്ള കിട്ടിയില്ലേ എന്ന് പറയും. അത് നമുക്ക് തരുന്ന സപ്പോർട്ടാണ്. കാരണം ഇവരൊക്കെ ഫാമിലിയായിട്ട് ജീവിക്കുന്നതാണ് ഭർത്താവിൻ്റെ കൂടെ. അവർക്കും ഉണ്ട് ഇക്കാക്കന്മാർ, അവർക്ക് നല്ല ജോലിയുള്ളത്. എൻ്റെ ജോലി ഇതാ, എന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഈ അശപ ചേച്ചി ഇല്ലേ ഫർസുക്ക, നമ്മുടെ മോട്ടിട്ട്, അശപ ചേച്ചിയുടെ ഭർത്താവ് ഡോക്ടറാണ് ഈ ഹാർട്ടിൻ്റെ. എന്നിട്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? അവർക്ക് വേറെ ഒരിടത്ത് പൊക്കൂടെ? അപ്പോൾ നമ്മുടെ നല്ല മനസ്സോട്ടും നമ്മുടെ ഒരു ഇതുകൊണ്ടാണ് അവർ നമ്മളെ സപ്പോർട്ടാണ്. ചേച്ചി ചേച്ചി ചേട്ടൻ അത്ര ചിന്തിച്ചാൽ. അശപ ചേച്ചിയുടെ ഭർത്താവ് ഡോക്ടറാണ് ബഹ്റൈനിൽ. എനിക്ക് നല്ലൊരു നാണവും മാനവും ഉള്ള കുട്ടിയാണ് ഇവിടെ.